പമ്പാണെങ്കിൽ അഴിച്ചിട്ട് ഇതാ എൻ്റെ ഈ പമ്പിൻ്റെ മോട്ടറിൻ്റെ വൈൻഡിങ് പോയി. ഇത് അഴിച്ചിട്ട് ഇത് സെക്ഷൻ ഇത് സെക്ഷൻ്റെ ഭാഗമാണ്. ഇത് ഡിസ്ചാർജ് സെക്ഷൻ്റെ ഇത് ഡിസ്ചാർജിൻ്റെ ഭാഗം. ഇത് ഡിസ്ചാർജിൻ്റെ ഭാഗം ഈ സെക്ഷൻ്റെ പമ്പിൻ്റെ വയറിങ് പോയിട്ടാണ്. വൈൻഡിങ് ഫ്രോം പൊസിഷൻ വയറിങ് മാറിക്കൊണ്ട് ഷാഫ്റ്റാണ്. ഇത് വയറിങ്ങിന് നോയിസ് ഉണ്ട്, അത് മാറിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് വയറിങ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പമ്പിൻ്റെ മേറ്ററാണ് കാണുന്നത്. ഇത് ഡിസ്ചാർജ് ഇത് സെക്ഷൻ ഇത് അവിടെ സ്ട്രെയിനറുണ്ട്, ഒരു വാൾവുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇത് സെക്കൻഡറി പമ്പും മറ്റേത് പ്രൈമറി പമ്പും. ഇത് സെക്കൻഡറി, അത് പ്രൈമറി. ഓക്കെ, സെക്കൻഡറി പമ്പാണ് ഈ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കുന്നത്. ഇത് പ്രൈമറി പമ്പാണ്. പ്രൈമറി പമ്പ് ചില്ലറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓടുന്നതാണ് ഈ പ്രൈമറി പമ്പ്. അതാണ് ഇതിൽ ഒരെണ്ണം സ്പെയറും രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നു. അതിൽ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു, ഇതും വർക്ക് ചെയ്യുന്നു, ഇത് വർക്ക് ചെയ്യുന്നു. ഈ പമ്പ് തിരിഞ്ഞ് കറങ്ങും. ഇതിപ്പം ഒരു ചില്ലർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഇതിപ്പോൾ തിരിഞ്ഞിറങ്ങുന്നു. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ നോൺ ഡിറ്റൈം വാൾവ് കേടാണ്. ഇതിൻ്റെ നോൺ ഡിറ്റൈം വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഡിറ്റൈം വാൾവ് കംപ്ലയിൻറ്റ് വന്നാൽ പമ്പ് തിരിഞ്ഞ് ഇറങ്ങി അതിൻ്റെ സീല് പോകും. ഇത് സ്ട്രെയിനർ ഇവിടാണ് നോൺ ഡിറ്റൈം വാൾവ് അല്ല. ഈ ഇത് വന്ന് ഫ്ലാഞ്ച് ഫ്ലെക്സുകൾ വന്നിട്ട് ഇവിടെ നോൺ ഡിറ്റൈം വാൾവ് തിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ സീല് ഇവിടുത്തെ സീല് പോകും. ഒരു പമ്പിൻ്റെ സീല് പോയി ഇത് തിരിഞ്ഞ് കറങ്ങിയിട്ട് നേരത്തെ ഒരു പമ്പിൻ്റെ സീല് പോയായിരുന്നു. ഇതിപ്പം ഇൻസുലേഷനൊക്കെ ചെയ്യാത്തതുകൊണ്ട് ഇവിടെല്ലാം സെറ്റിങ്ങാണ്. പൈപ്പ് ഈ തണുക്കുന്ന ഭാഗമല്ലേ, അത് ഇൻസുലേഷൻ ചെയ്യാം. നമ്മളിപ്പം തണുത്ത വെള്ളം എടുത്ത് കുപ്പിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഇവിടെ തുറന്ന് കിടക്കുന്ന ഭാഗമല്ല, സെറ്റിങ് വരും. അതുകൊണ്ടാണ് തുറന്ന് ഓപ്പൺ ഏരിയ വരുമ്പോൾ ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ഓക്കെ.